തൻ്റെ ഉള്ളിലെ ഭയമാണ് വെളിയിൽ ഒരു ഗുരുവിനെ മാനിഫെസ്റ്റ് ആക്കണത്. ആലോചിച്ച് നോക്കിയ സൂക്ഷ്മം അതാണ്. ഭയമില്ലാത്തവന് ഗുരു ഒന്നും വേണ്ട. അവൻ എതിനെയൊക്കെയോ ആശ്രയിക്കണം. കമ്പ്യൂട്ടറിനെ ആശ്രയിക്കണു, ഇന്റർനെറ്റിനെ ആശ്രയിക്കണു, അവൻ വെളിയിൽ ഏതോ എക്സ്റ്റേണൽ തിങ്സിനെയൊക്കെ ആശ്രയിക്കണു. എപ്പോ അതൊക്കെ കൈവിടുമോ അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഫോം മാനിഫെസ്റ്റ് ആയി ഈ ഒരു ഫോമാണ് തന്നെ രക്ഷിക്കാൻ പോണത് എന്ന് തോന്നുന്നു അല്ലെ? മാണിക്യവാചകർ സ്വാമിക്ക് ഈ ഒരു കലഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു സംസാര ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഇരിക്കണല്ലോ, ഇതിൽ നിന്നൊരു രക്ഷ വേണം തീരുമാനിച്ചപ്പോൾ വെളിയിൽ കൗബീനമാത്രധാരിയായിട്ട് ഒരു യോഗിയെ കണ്ടപ്പോൾ ഹി റെക്കഗ്നൈസ് ഇറ്റ്, ദിസ് ഈസ് മൈ ഗുരു. അത് എവിടെ നിന്ന് വന്നു? ഉള്ളിൽ ആ ഭയം വെളിയിൽ ഒരു അഭയത്തെ കാണിച്ചു കൊടുത്തു. എപ്പോൾ നമ്മൾ ഭയത്തെ കാണണോ വി ക്യാൻ ഫൈൻഡ് അഭയം ഔട്ട്സൈഡ്. ഇല്ലാതെ ആദ്യമേ ഒരു അഭയം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഭയം വരണം ഫസ്റ്റ്, അതൊരു വലിയ ക്വാളിറ്റി. ഭയം എങ്ങോട്ട് വരണം? ഇതാണ് നമ്മൾ വേണ്ടത് അല്ലേ? ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടണം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടണേ ഇല്ല. ഏതോ മലയുടെ മുകളിൽ നിന്ന് ചാടണു. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കുന്നത് ഭയപ്പെടേണ്ടതല്ലേ? ഒരു ഭയമില്ല. ഏതോ ഒരു ലളിതാ സഹസ്രനാമമോ മറ്റോ മക്കൾ വായിച്ചുകൊണ്ടിരുന്ന ഉള്ളിൽ അച്ഛനമ്മയ്ക്ക് ഭയം. ഏതോ സപ്താഹത്തിനോ സദ്ഗുരുവിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയം. രാവിലെ എണീറ്റ് അനുഷ്ഠാനമൊന്നും പക്കയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭയം, എന്തോ ഒരു മാറ്റം. അപ്പൊ വാസ്തവത്തിൽ എന്തിനെ ഓർത്ത് ഭയപ്പെടണോ അതിനെ ഓർത്ത് ഭയമില്ല, എന്തിനെ ഓർത്ത് ഭയക്കണമോ അതിന് ഭയമേ ഇല്ല അല്ലെ? എന്തൊക്കെ വിഷം! ഫോൺ ഭയമേ ഇല്ല, കുട്ടികൾക്ക് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. എത്രമാത്രം നമ്മുടെ ബുദ്ധിയെ ഇല്ലാതാക്കണതും നമ്മുടെ പലതരത്തിലുള്ള എല്ലാ സെൽസിനെയും വീക്കാക്കണതായിട്ടുള്ള ഈ മൊബൈൽ ഫോണിനെ എടുത്ത് കൊടുക്കണം. അറിഞ്ഞുകൊണ്ട് കൊടുക്കണം. അറിയില്ലാത്തതൊന്നുമല്ല, ഇത് പ്രോബ്ലം ആണെന്നൊക്കെ അറിയാം. തത്കാല ശാന്തിക്ക് നമ്മൾ കൊടുക്കണതെല്ലാം നാളത്തെ വലിയൊരു ദുഃഖമാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഇനി വരാൻ പോവാണ് എന്ന് വെച്ചാൽ ഈ മൊബൈലിനെ ഒരു കുട്ടിയിൽ നിന്ന് സർജറി ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് സർജറി ചെയ്ത് ഒട്ടിപ്പോയി. അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറി. നോക്കൂ, ഇപ്പോൾ എവിടെയൊക്കെ പോയാൽ നോക്കി ഫോൺ കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എല്ലാവരും. ബാത്റൂമിൽ പോലും